Hi everyone, this is Yabin Say from Evika. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് ആപ്പിൽ കുറേയധികം അടിപൊളിയായ ന്യൂസുകളും എക്സൈറ്റ്മെന്റ് ലീക്സുകളും ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. സോ ഇതേപോലെ റെഗുലർ ആയിട്ട് ആപ്പിളിന്റെ അപ്ഡേറ്റ്സും ലീക്സും റൂമേഴ്സും എല്ലാം അറിയണമെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഫേസ്ബുക്കിൽ കൂടെ നിങ്ങൾക്ക് ഫോളോ ചെയ്യുകയാണെങ്കിൽ റെഗുലർ ആയിട്ട് നിങ്ങൾക്ക് പുതിയ പുതിയ അപ്ഡേറ്റ്സ് അവിടെയും അറിയാൻ പറ്റും. സബ്സ്ക്രൈബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ദിസ് ഇസ് എബിൻ സേവിയ. വെൽക്കം ബാക്ക് ടു എവിക്ക. ഐശ്വര്യമായിട്ട് അങ്ങനെ അപ്ഡേഷൻ സ്റ്റാർട്ട് ചെയ്യാം. iOS 26.1 ഒഫീഷ്യൽ അപ്ഡേഷൻ ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. iOS മാത്രമല്ല, വാച്ചിനും മാക്കിനും ഐപാഡിനും എല്ലാത്തിനും പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. പഴയ സോഫ്റ്റ്വെയർ ആയിട്ടുള്ള iOS 18.7.2 എന്ന ഒഫീഷ്യൽ അപ്ഡേഷനും ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ ഡിവൈസുകൾക്ക് മാത്രമല്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ അപ്ഡേഷനെല്ലാം മാത്രം നമുക്ക് പുതിയ ബേറ്റാസിൻ്റെയും അപ്ഡേറ്റ് ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. iOS 26.2 ബേറ്റ 1 ആപ്പിൾ ഇപ്പോൾ കൊണ്ടുവന്നുണ്ട്. ഇത് സെലക്ടഡ് ഡെവലപ്പേഴ്സിനും അതുപോലെ പബ്ലിക് ബേറ്റ ടെസ്റ്റേഴ്സിനും അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം. പുതിയ പുതിയ കുറേയധികം മാറ്റങ്ങൾ ഈ പറഞ്ഞ അപ്ഡേറ്റിലും വന്നിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒഫീഷ്യൽ വീഡിയോസും ബാക്കി കാര്യങ്ങളും നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആൻഡ് ഫൈനലി iOS 26.4 ആപ്പിളിലെ ഏറ്റവും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സിറി വരാൻ പോവാണ്. എങ്ങനെ? സിറി പ്ലസ് ഗൂഗിൾ. യെസ്, ഗൂഗിളിൻ്റെ ഹെൽപ്പോടെ തന്നെയാണ് ഈ പറഞ്ഞ പേഴ്സണലൈസ് സിറി ആപ്പിൾ കൊണ്ടുവരാൻ പോകുന്നത്. ഗൂഗിളായിട്ട് ഒരു കൊല്ലത്തേക്ക് $1.3 ബില്യൺ ഒരു കോൺട്രാക്റ്റാണ് വെക്കുന്നത്. എന്തുകൊണ്ട് ഇപ്പോഴും ആപ്പിൾ എയുടെ റേസിൽ ബാക്കിലേക്ക് പോകുന്നു? എന്തുകൊണ്ട് ആപ്പിളിന് ഇപ്പോഴും പല ആൾക്കാരുടെ സപ്പോർട്ട് വേണം? സിമ്പിളാണ്. ആപ്പിളിൻ്റെ ഇൻഹൗസ് ആയിട്ടുള്ള സിറിയുടെ ഡാറ്റാസും യൂസർ ബേസും വെറും 3 ബില്യൺ ഡാറ്റ പാരാമീറ്റേഴ്സേ ഉള്ളൂ. പക്ഷേ ഗൂഗിളിൻ്റെ കയ്യിൽ നിന്ന് എടുക്കാൻ പോകുന്നത് ഏകദേശം 1 ട്രില്യൺ പാരാമീറ്റേഴ്സ് ഓഫ് AI ഡാറ്റയാണ്. 3 ബില്യനും 1 ട്രില്യനും എന്ന് പറയുമ്പോൾ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റയാണ് കിട്ടാൻ പോകുന്നത്. അല്ലെങ്കിൽ വലിയൊരു ദൂരം തന്നെയുണ്ട് ഈ ഒരു സൈസായിട്ട്. സോ അത്രമാത്രം ഡാറ്റ കളക്ട് ചെയ്താണ് അവരുടെ മോഡലിനെ പഠിപ്പിച്ച് ട്രെയിൻ ചെയ്ത് നല്ല രീതിക്ക് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ആൻസേഴ്സും അതോടൊപ്പം ബാക്കി കുറേ കാര്യങ്ങളും അഡാപ്റ്റീവായിട്ട് ഹ്യൂമൻ സെൻട്രിക് ആയിട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ആപ്പിൾ കൊണ്ടുവരുന്നതും ഈ പറഞ്ഞ ഗൂഗിൾ കൊണ്ടുവരുന്നതുള്ള വ്യത്യാസം ഞാൻ നേരത്തെ പറഞ്ഞ ഇത്രയും ബില്യൺസ് അല്ലെങ്കിൽ ട്രില്യൺസ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് കൊണ്ട് തന്നെയാണ്. ഗൂഗിളിൻ്റെ അടുത്ത് കുറേയധികം ഡാറ്റാസ് ഉണ്ട്. എങ്ങനെ? നമ്മുടെ ഗൂഗിൾ Gmail, പിന്നെ ഡ്രൈവ്, ഫോട്ടോസ്, നമ്മുടെ ആധാർ കാർഡ്, റേഷൻ കാർഡ് എല്ലാം നമ്മൾ സിങ്ക് ചെയ്തിരിക്കുന്നത് ഗൂഗിളിലാണ്. നിങ്ങൾ ഡയറക്റ്റ് ഗൂഗിൾ അല്ലെങ്കിലും ഇപ്പോൾ ഡിജി ലോക്കർ അങ്ങനെ കുറേയധികം ആപ്ലിക്കേഷൻസ് എല്ലാം കണക്ട് ചെയ്യുന്നത് എവിടെയാണ്? അൾട്ടിമേറ്റ്ലി പോയി നിൽക്കുന്നത് ഗൂഗിളിലാണ്. ചൈന ഉൾപ്പെടുത്തില്ല കേട്ടോ, ചൈനയിൽ ഗൂഗിളില്ല. പക്ഷേ ബാക്കി എല്ലാ കൺട്രീസും, ലോകത്തുള്ള ബാക്കി എല്ലാ ആൾക്കാരും ഫോക്കസ് ചെയ്യുന്നതും നമ്മളെപ്പോഴും അൾട്ടിമേറ്റ്ലി വന്ന് എത്തുന്ന ഒരു ഗോൾ അല്ലെങ്കിൽ എത്തുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഗൂഗിൾ തന്നെയാണ്. സോ ഗൂഗിളിൻ്റെ കുറേയധികം ഡാറ്റാസ് ഉണ്ട് അവരുടെ AI മോഡൽസിനെ ട്രെയിൻ ചെയ്യാനായിട്ട്. അതിൽ നിന്ന് കുറേയധികം ഡാറ്റാസും ബാക്കി കാര്യങ്ങളൊരു പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് ഓഫ് പാരാമീറ്റേഴ്സ് എടുത്താണ് ആപ്പിളിനെ സിറി ആയിട്ട് സെറ്റ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ സിങ്ക് ചെയ്യാൻ പോകുന്നത്. അതാണ് ഇനി വരാൻ പോകുന്നത് 2025 വരാൻ പോകുന്ന 26.4 എന്ന അപ്ഡേറ്റിൽ നമുക്ക് വരാൻ പോകുന്നത്. അടുത്തത് ആപ്പിൾ ക്രിയേറ്റർ സ്റ്റുഡിയോ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. ഇത് പബ്ലിഷ് ചെയ്തിട്ടില്ല, പക്ഷേ അങ്ങനത്തെ ഒരു കാര്യം ആപ്പിൾ കൊണ്ടുവരാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഒന്നെങ്കിൽ നമ്മുടെ പോഡ്കാസ്റ്റിന് കുറേയധികം ചേഞ്ചസ് iOS 26.2 വരുന്നുണ്ട്. പോഡ്കാസ്റ്റ്, ആപ്പിൾ മ്യൂസിക് എന്നിങ്ങനെ ക്രിയേറ്റേഴ്സിന് വേണ്ടി ഒറ്റ ബണ്ടിലായിട്ടുള്ള ഒരു സബ്സ്ക്രിപ്ഷനോ അല്ലെങ്കിൽ ഒറ്റ ബണ്ടിലായിട്ടുള്ള ഒരു പാക്ക് അങ്ങനെ ആവാനാണ് ചാൻസ്. നമ്മുടെ ഫൈനൽ കട്ട് പ്രോ, ഇപ്പോൾ പിക്സലോമീറ്റർ, അതോടൊപ്പം കംപ്രസർ, മോഷൻ എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടെ ഒരു സിംഗിൾ ബണ്ടിൽ എമൗണ്ടിൽ വാങ്ങിക്കാൻ പറ്റിയ ഒരു ഓപ്ഷനോ സബ്സ്ക്രിപ്ഷൻ പ്ലാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഈ പറഞ്ഞ ആപ്പിൾ ക്രിയേറ്റർ സ്റ്റുഡിയോ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ആപ്പിൾ കൊണ്ടുവരാൻ പോകുന്നത്. അടുത്തത് ഏറ്റവും ചീപ്പസ്റ്റ് ആയ മാക്ബുക്ക് റിലീസ് ചെയ്യാൻ പോകുന്നത് 2026 ആപ്പിൾ യൂസ് ചെയ്യാൻ പോകുന്ന ചിപ്സെറ്റ് ഐഫോണിലെ A18 Pro എന്ന ചിപ്സെറ്റ് ആയിരിക്കും. ഇത് മിക്കവാറും ഒരു 12.3-13 ഇഞ്ചിനുള്ളിൽ തന്നെ ഈ ഒരു ഡിവൈസ് നമുക്ക് ലഭിക്കാനും ചാൻസ് ഉണ്ട്. എന്തുകൊണ്ട് ആപ്പിൾ ഐഫോണിൻ്റെ ചിപ്സെറ്റ് വെക്കുന്നു? ഐഫോൺ ചിപ്സെറ്റ് ഓൾറെഡി കമ്പ്യൂട്ടറായിട്ട് വരെയും കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്
ആപ്പിൾ പറയുന്നത്. സോ ആ ഒരു ചിപ്സെറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും എൻട്രി ലെവലായ മാക്ബുക്ക് ഫോർ സ്റ്റുഡൻസ്, ഇപ്പോൾ ഒരു കോളേജിൽ പഠിക്കുന്ന ആൾക്ക് അത്രയും പവർഫുൾ ആയാലും മാക്ബുക്ക് പ്രോയോ എയറോ വേണ്ട, അയാൾക്ക് ഈ പറഞ്ഞ മാക്ബുക്ക് മതിയാവും. അതേപോലെ തന്നെ ഒരു ചെറിയ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന ഒരു ബിസിനസ്സുകാരന് ഈ ഒരു മാക്ബുക്ക് ലൈറ്റ്, നമുക്ക് അങ്ങനത്തെ ഒരു പേരാം മാക്ബുക്ക് ലൈറ്റ്, ആ ഒരു ഡിവൈസ് മതിയാവുമായിരിക്കും. സോ ഈ പറഞ്ഞ ഡിവൈസ് ചീപ്പറായിട്ടും അതോടൊപ്പം തന്നെ എല്ലാ യൂസേഴ്സിനും ഒരു എൻട്രി ലെവൽ പോലെ വെക്കുകയാണെങ്കിൽ ചുട്ടപ്പം പോലെ വിറ്റുമോ. കാരണം ഈ പറഞ്ഞ ഡിവൈസ് പോലെ തന്നെ സ്നാപ്ഡ്രാഗണിൽ വെച്ച് വർക്ക് ചെയ്യുന്ന ലാപ്ടോപ്പ് ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോ ആ ഒരു കോമ്പറ്റീഷന് വേണ്ടി ആപ്പിൾ ഫോക്കസ് ചെയ്യുന്നത് മാക്ബുക്കിൻ്റെ ഈ ഒരു ലൈറ്റ് മോഡലായിരിക്കും. അവസാനം എല്ലാവരുടെയും കാത്തിരിപ്പ് അവസാനമായിക്കൊണ്ട് വാട്സാപ്പ് വാച്ചിൽ ഇപ്പോൾ വരുന്നുണ്ട്. ഈ ഒരു വാച്ചിൽ വരുന്നുണ്ട് എന്താണ് ഉപയോഗം? ഞാൻ പേഴ്സണലി ആപ്പിൾ വാച്ച് സീരീസ് 4 തൊട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. 4 അല്ല 3 തൊട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ പറയുന്ന വാട്സാപ്പ് കോൾ വരണമെങ്കിൽ വാച്ചിൽ അറിയില്ല, ഒരു മെസ്സേജിന് മേലേക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കുറേ അധികം ഹെപ്റ്റിക്കായ ഹെഡേക്ക് ആപ്പിൾ വാച്ചിൽ നടത്തും. അത് ആപ്പിളിൻ്റെ കുഴപ്പമില്ല, ഈ പറഞ്ഞ വാട്സാപ്പിൻ്റെ ഡെവലപ്പേഴ്സ് ആപ്പിൾ വാച്ചിന് വേണ്ടി അത് ഡെവലപ്പ് ചെയ്യണമെന്നു. ആൻഡ് ഫൈനലി അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി ഈ പറഞ്ഞ ആപ്പിൾ വാച്ച് ഉപയോഗിച്ചുകൊണ്ട് മെസ്സേജ് ടൈപ്പ് ചെയ്യാം, കോൾ വരുമ്പോൾ അറ്റൻഡ് ചെയ്യാം, നിങ്ങൾക്ക് ലൈവ് റിയാക്ഷൻസ് കൊടുക്കാൻ പറ്റും. ഈ കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്കൊരു ആപ്പിൾ വാച്ച് സെല്ലുലാർ പ്ലാൻ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിലെങ്കിലും വാച്ച് ഉപയോഗിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതിപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല, നമ്മുടെ ആപ്പിൾ ടി വിയുടെ പേര് ആപ്പിൾ ടി വി പ്ലസ് എന്നുള്ള പേര് മാറ്റി ആപ്പിൾ ടി വി എന്നുള്ള സിമ്പിൾ ടൈമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ ഒരു ടെർമിനോളജി മാറ്റിയപ്പോൾ തന്നെ കുറേ കളേഴ്സും ലോഗോസും അല്ലെങ്കിൽ ഒരു ആനിമേഷൻ ഇൻട്രോയും ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. ഈ ഒരു ആനിമേഷൻ ഇൻട്രോ എന്ന് ഞാൻ എടുത്തു പറഞ്ഞത് അത് ആനിമേഷൻ അല്ല, യെസ് ആക്ച്വലി അത് ഷൂട്ട് ചെയ്താണ്. കുറേ അധികം എന്താ പറയുക പ്രോപ്പർട്ടീസൊക്കെ വെച്ച് ലൈറ്റ് വെച്ച് ബാക്ക്ഗ്രൗണ്ടിൽ കുറേ അധികം മാറ്റങ്ങളൊക്കെ വരുത്തി ഈ പറഞ്ഞ ആപ്പിളിൻ്റെ പുതിയ ലോഗോ അല്ലെങ്കിൽ ആ ഒരു ആനിമേഷനായിട്ടുള്ള ലോഗോ ക്രിയേറ്റ് ചെയ്താണ്. അത് മാനുവലി ഷൂട്ട് ചെയ്ത ഒരു പിക്ചറാണ് അല്ലെങ്കിൽ ഒരു മോഷൻ ഗ്രാഫിക്സ് ആണ് നിങ്ങൾ കാണുന്ന ആ ഒരു ലോഗോ എന്ന് പറയുന്നത്. ഈ ഒരു ഇൻട്രോയിൽ മൾട്ടിപ്പിൾ കളേഴ്സ് വന്നതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു ലീക്കും ഭയങ്കര സ്ട്രൈക്ക് ചെയ്തത്. ആപ്പിളിൻ്റെ ഐഫോൺ 17 പ്രോയിൽ കുറേ കളർ ഓപ്ഷൻസ് വന്നപ്പോഴാണ് കുറേയധികം സെയിൽസ് അതിന് വന്നത്. കോസ്മിക് ഓറഞ്ച് ആയിക്കോട്ടെ ബ്ലൂ ആയിക്കോട്ടെ എല്ലാം ആ ഒരു കളർ കൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ നല്ല ഡിമാൻഡ് വന്നത്. സോ 18 പ്രോയിലേക്ക് വരുമ്പോഴത്തേക്കും 3 പുതിയ കളേഴ്സ് കൊണ്ടുവരും എന്ന് കേൾക്കുന്നുണ്ട്. ഈ ഒരു കളേഴ്സ് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ആപ്പിൾ ടിവിയുടെ പുതിയ ആ ഒരു ഇൻട്രസ്റ്റ് വെച്ചപ്പോഴാണ് കുറേ കളേഴ്സ് അതിലും വരുന്നുണ്ട്. ആപ്പിൾ ഒന്നും വെറുതെ ചുമ്മാ ചെയ്യാറില്ല, എന്തെങ്കിലും ഡീറ്റെയിലിങ്ങോ റെഫറൻസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈസ്റ്റർ എഗ്സോ കൊടുക്കാറുണ്ട്. മേ ബി അങ്ങനെ വരാം. പേഴ്സണലി ഈ കളേഴ്സ് ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. അടുത്തതൊരു മുട്ടൻ കോമഡിയാണ്. കാരണം ഇനി വരാൻ പോകുന്ന ഐഫോൺ എയറിൽ 2 ക്യാമറ ഉണ്ടാകുന്നതാണ് കിട്ടിയ റിപ്പോർട്ട്. 2 ക്യാമറയും 14 മെഗാ പിക്സലായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് ക്യാമറ വെക്കാൻ പറ്റും. ആപ്പിൾ ഒരു ഡിസൈനൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരെണ്ണം ഉണ്ടാക്കുക, കുറേ അധികം പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കും. എന്നാൽ പിന്നെ അത് ഇപ്പോഴേ റിലീസ് ചെയ്ത് വിടായിരുന്നു. കാരണം അങ്ങനെ റിലീസ് ചെയ്തായിരുന്നെങ്കിൽ നല്ല രീതിക്കുള്ള റവന്യൂ അതിന് ജനറേറ്റ് ചെയ്യാറുണ്ട്. കാരണം ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ഐഫോൺ എയർ എന്ന് പറയുന്നത് ക്യാമറ വെച്ച് ഒരു കാര്യം കൊള്ളില്ല. സത്യമായിട്ടും സിനിമാറ്റിക് മോഡില്ല. ശരിയാണോ, 48 മെഗാ പിക്സൽ ഉണ്ട്, പക്ഷെ സിനിമാറ്റിക് മോഡില്ല, അൾട്രാ വൈഡ് ഇല്ല, വൈഡ് ഇല്ല, ഒന്നുമില്ല. ആകെ ഉള്ളത് 1x പിന്നെ ഒപ്റ്റിക്കൽ ഈ പറഞ്ഞ ഇമേജ് സൂമിങ്ങിൻ്റെ ആ ക്രോപ്പിക് സിസ്റ്റത്തിൽ 2x. വേറെ ഒന്നും ഈ പറഞ്ഞ ഡിവൈസിൻ്റെ ക്യാമറ ഇല്ല. ഫ്രണ്ട് ക്യാമറ ഓക്കെ, നമുക്ക് 18 മെഗാ പിക്സലിൻ്റെ ഏറ്റവും പുതിയ സെൻസറും അതായത് 24 മെഗാ പിക്സലിൻ്റെ പുതിയ സെൻസറും സ്ക്വയർ ഷേപ്പ് ആയിട്ടുള്ള ബാക്കി ഫോട്ടോഗ്രാഫ്സും എല്ലാം കിട്ടുന്നുണ്ട്. പക്ഷേ വേറെ ഒരു ഉപയോഗവും ഈ പറഞ്ഞ ബാക്ക് ക്യാമറ അല്ലെങ്കിൽ റിയർ ക്യാമറ നമുക്ക് ലഭിക്കില്ല. അടുത്ത കൊല്ലം വരാൻ പോകുന്ന എയറിൽ ഡ്യുവൽ ക്യാമറ ആണെങ്കിൽ എന്തായാലും നല്ല കാര്യമായിരിക്കും. വിത്ത് ബാറ്ററി ഇമ്പ്രൂവ്മെൻറ്റ്സ് കൂടെ വേണം. എന്നാൽ ഡിവൈസ് പക്ക. അതോടൊപ്പം നിങ്ങൾക്ക് ഹാൻഡ് പിക്ഡ് ആയുള്ള iOS 26 വേണ്ടിയുള്ള എല്ലാ വാൾപേപ്പേഴ്സും നമ്മുടെ എവിക്കയുടെ ഇൻസ്റ്റാഗ്രാം പേജിലുണ്ട്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. എന്തായാലും ജോയിൻ ചെയ്യുക. കുറേയധികം അടിപൊളിയായ കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കും. സോ ഈ ഒരു ന്യൂസ് വീഡിയോയിൽ കുറേ പുതിയ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞോ മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. ഇതേപോലെ റെഗുലറായിട്ട് ആപ്പിൾ അപ്ഡേറ്റ്സും ബാക്കി കാര്യങ്ങളുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. This is Yevin Savia signing from Evika.